ലോകേഷ് കനകരാജിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് കൂലി എന്ന് പറഞ്ഞ സിനിമ. ഓഗസ്റ്റ് മാസം 14 സിനിമ വേൾഡ് വൈഡ് റിലീസിന് വന്നത്. എന്തായാലും സിനിമയുടെ 12 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലോട്ട് തന്നെ പോകാം നമുക്ക്. അതിനു മുമ്പ് എല്ലാതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ. കൂലി സിനിമയുടെ കളക്ഷൻ പരിശോധിക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമായിരിക്കുകയാണ്. പടത്തിന്റെ പോക്ക് നോക്കുകയാണെങ്കിൽ സിനിമ ഈ അടുത്തൊന്നും 1000 കോടി എത്താൻ പോകുന്നില്ല. കാരണം 1000 കോടി സിനിമയ്ക്കായിട്ട് ഇനി നമ്മൾ ജയിലർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗത്തിനായിട്ട് കാത്തിരിക്കാം. നമുക്ക് ഇനി നെൽസനും നമ്മുടെ അനിരുദ്ധും കൂടി വിചാരിച്ചാൽ ഇനി ഒരു 1000 കോടി സിനിമ കാണാൻ പറ്റത്തുള്ളൂ നമ്മുടെ തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്ന്. ഇത്രയും നല്ല പൊട്ടൻഷ്യൽ ആക്ടർ ആയിട്ട് പോലും ലോകേഷിന്റെ പുള്ളിക്കാരനെ വെച്ച് നല്ലപോലെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അത് നല്ല ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. അമീർ ഖാൻ, നാഗാർജുന, ഉപേന്ദ്ര, ശ്രുതി ഹാസന്, സത്യരാജ്, സൗബിൻ ഷെയർ, ഇങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടായിട്ട് പോലും സിനിമയ്ക്ക് അത്ര നല്ലൊരു എക്സിക്യൂഷൻ അല്ല തിയേറ്ററിൽ കണ്ടപ്പോൾ സിനിമ തന്നിരിക്കുന്നത്. എന്നാലും സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടിയിരിക്കുന്ന സിനിമ പ്രൊഡക്ഷൻ കമ്പനിക്ക് അല്ല. പ്രൊഡക്ഷൻ കമ്പനിക്ക് എങ്ങനെയെങ്കിലും സിനിമയ്ക്ക് ബിസിനസ് ആയിട്ടെങ്കിലും സിനിമയ്ക്ക് പ്രൊഡക്ഷൻ ലെവലായിട്ട് ഒരു പ്രോഫിറ്റ് കാണാൻ സാധിക്കും. പക്ഷേ ഈ സിനിമയുടെ റൈറ്റ്സ് മേടിച്ച് തിയേറ്റർ റിലീസിന് കൊണ്ടുവന്നവർക്കാണ് 8ന്റെ പണി കിട്ടിയിരിക്കുന്നത്. പല ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും സിനിമയ്ക്ക് നല്ലൊരു ലോസ് ആണ് സമ്മാനിച്ചിരിക്കുന്നത് തിയേറ്ററുകളിൽ. എന്തായാലും ഇതിനെതിരെയായിട്ട് ഇപ്പൊ നമ്മുടെ ഹംസിനി എന്റർടൈൻമെന്റ്സ് ആണ് നമ്മുടെ ഈ ഒരു കൂലി സിനിമയുടെ ഓവർസീസ് റൈറ്റ്സ് കൊണ്ടുപോയത് റിലീസിനായിട്ട്. എന്തായാലും അവർ തന്നെ ഇപ്പൊ അവരുടെ ട്വിറ്റർ ഹാൻഡിൽ പറഞ്ഞിരിക്കുകയാണ് സിനിമ ഫ്ലോപ്പായി, സിനിമയുടെ ഈ ഒരു കളക്ഷനൊക്കെ 500 കോടി 600 കോടി സിനിമ ഫ്ലോപ്പായി എന്ന രീതിയിലും അതുപോലെ ഡിഫെയിം ചെയ്യുന്ന രീതിയിലും സിനിമയെ മോശമായിട്ട് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ നമ്മുടെ ഈ ട്വിറ്റർ ഹാൻഡിൽ വഴി കുറെ അക്കൗണ്ട് ഉണ്ട്. അപ്പൊ അതുവഴി സിനിമ ഡിഫെയിം ചെയ്യുന്ന ഫ്ലോപ്പാണ്, കൂലി ഡിസാസ്റ്റർ ആണ്, ഇങ്ങനെ ഒരുപാട് ടാഗ്ലൈൻ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നവർക്ക് ആ ഒരു അക്കൗണ്ടിനൊക്കെ നല്ലപോലെ പണി കിട്ടുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഹംസിൻ എന്റർടൈൻമെന്റ്സ് അവരുടെ ട്വിറ്റർ ഹാൻഡിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി സിനിമയെ കുറിച്ച് മോശമായി ട്വിറ്ററിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ പറയുകയാണെങ്കിൽ ഹംസൻ എന്റർടൈൻമെന്റ്സ് നല്ല രീതിയിൽ ഒരു ലീഗൽ ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്, ഒരു വാണിംഗ് എന്ന രീതിയിൽ. എന്തായാലും പല കളക്ഷൻ ട്രാക്കേഴ്സും നല്ലൊരു പണിയായിട്ടുണ്ട്. പലരും ഇപ്പോൾ കളക്ഷൻ അപ്ഡേറ്റ് അല്ലെങ്കിൽ കളക്ഷൻ ട്രാക്കിംഗ് പോലും പുറത്തു വിടുന്നില്ല. എന്തായാലും നമുക്ക് ട്രാക്കിങ്ങിലോട്ട് തന്നെ പോകാം. നമുക്ക് സിനിമയുടെ കളക്ഷനിൽ പരിശോധിക്കും ഒരു കാര്യം വ്യക്തമായിരിക്കുകയാണ്. ഇപ്പോഴും 12 ദിവസമായിട്ട് 500 കോടി കംപ്ലീറ്റ് ആയിട്ടില്ല. 500 കോടി നോക്കാനാണെങ്കിൽ ഇനി നമുക്ക് ഈ ഒരു വീക്കെൻഡ് അവസാനിക്കുമ്പോൾ സിനിമ ഒഫീഷ്യലായിട്ട് 500 കോടി കയറാനും ചാൻസ് വളരെ കുറവാണ്. അടുത്ത വീക്കെൻഡ് തേർഡ് വീക്കെൻഡിന്റെ ഒരു ഹാഫ് ആകുമ്പോഴേക്കും സിനിമ ഒഫീഷ്യലായിട്ട് 500 കോടിയിലോട്ട് പോകുന്നതായിരിക്കും. സൺ പിക്ചേഴ്സ് ഇതുവരെയായിട്ടും ഒരു രീതിയിൽ ഒരു പോസ്റ്റേഴ്സ് പുറത്തിറക്കിയിട്ടില്ല ആ ഒരു 400 കോടി പോസ്റ്ററിന് ശേഷം. അപ്പൊ നമുക്ക് വ്യക്തമാക്കാം സിനിമയുടെ കളക്ഷന്റെ പോക്ക് എങ്ങോട്ടാണ്. എന്തായാലും തമിഴ്നാട്ടിലെ കളക്ഷൻ തന്നെ നമുക്ക് പരിശോധിക്കാം. ഓൾമോസ്റ്റ് 134.75 കോടിയാണ് തമിഴ്നാട് നിന്ന് കിട്ടിയിരിക്കുന്ന സിനിമയുടെ കളക്ഷൻ ആയിട്ട്. സിനിമയുടെ തമിഴ്നാട് ഡിസ്ട്രിബ്യൂഷൻ തന്നെ ഓൾമോസ്റ്റ് 100 കോടിനടുത്തായിരുന്നു റൈറ്റ്സ് മേടിച്ചത്. എന്തായാലും തെലുങ്ക് സ്റ്റേറ്റ്സ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 64 കോടി കാണാൻ സാധിക്കുന്നുണ്ട്, 64.35 കോടി. കർണാടക നോക്കുകയാണെങ്കിൽ 42.40 കോടി. കേരളത്തിലെ 24.60 കോടി. ഇന്ത്യന്റെ മറ്റു ഭാഗത്തേക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ആയിട്ട് 44.5 കോടി. കൂടെ തന്നെ ആയിട്ട് അതിന്റെ ഹിന്ദി റൈറ്റ്സ് അല്ലെങ്കിൽ ഹിന്ദി പകർപ്പും കൂടിയാണ് 44.5 കോടി. ഇനി ഓവർസീസിലോട്ട് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 175.40 കോടിയാണ്. അങ്ങനെ ടോട്ടൽ 12 ദിവസം കൊണ്ട് പടം ഓൾമോസ്റ്റ് 485.55 കോടിയാണ് സിനിമേന്റെ 12 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. മറ്റൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ തന്നെ 11-ാം തീയതി തന്നെ പടം OTT റിലീസിലും ആമസോൺ പോവുകയാണെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പൊ കൂടുതൽ നഷ്ടത്തിലോട്ട് പോകുന്നതാണ് വ്യക്തമാകുന്നത് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഈ ഒരു പടം. എന്തായാലും പ്രൊഡക്ഷൻ ലെവലായിട്ട് സൺ പിക്ചേഴ്സിനും ലോകേഷ് അണ്ണനും ഒരു ദുരന്തമായ ഒരു കഥ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നമുക്ക് അവർക്ക് ഓർക്കാനായിട്ട് കൂലി എന്ന ചിത്രം. എന്തായാലും ലോകേഷ് അണ്ണന്റെ മറ്റൊരു വീക്കായ ഒരു സിനിമ അവർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മുടെ പുള്ളിക്കാരന്റെ ലോകേഷ് അണ്ണന്റെ കൂലി സിനിമ എന്നാൽ പോലും നമ്മുടെ കൈദി, മാസ്റ്റർ, വിക്രം എന്നീ സിനിമകളുടെ കളക്ഷനൊക്കെ മറികടന്നിട്ടുണ്ട്. നിലവില് 2ാം സ്ഥാനത്താണ്. ഫസ്റ്റ് നമ്മുടെ ലിയോ സിനിമയാണ് ഓൾമോസ്റ്റ് 620 കോടിയായിട്ട്. അതിന് തൊട്ട് താഴെയായിട്ട് നമ്മുടെ കൂലി നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 485 കോടിയായിട്ട് 12 ദിവസം കൊണ്ട്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് കൂലി സിനിമയുടെ ഫൈനൽ കളക്ഷൻ അറ്റ്ലീസ്റ്റ് ഒരു 500 കോടിയെങ്കിലും സിനിമ നേടിയെടുക്കുമ്പോൾ സെപ്റ്റംബർ 11 ഓൾമോസ്റ്റ് കൺഫേം ആയ രീതി തന്നെയാണ് OTT റിലീസ്. കൂടുതൽ കളക്ഷൻ അപ്ഡേറ്റ് ആയിട്ട് കാത്തിരിക്കുന്ന ചാനൽ കാണുന്നവരെ സബ്സ്ക്രൈബ്.